ഹലോ ഗീസ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വെജിറ്റബിൾ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പ്യുവറായിട്ടുള്ള വെജിറ്റബിൾ കട്ട്ലറ്റ്. അതിന് ക്യാരറ്റ്, ക്യാബേജ്, സവോള, കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ വേണമെങ്കിൽ എടുക്കാം. പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ച ഉരുളക്കിഴങ്ങ്. ഞാനിപ്പോൾ ഇത്രയും ഐറ്റംസേ എടുത്തിട്ടുള്ളൂ. അവരവർക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം എടുക്കാം. അപ്പോൾ ഇത് പാനിലേക്ക് എല്ലാം അങ്ങോട്ട് ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഒന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് അങ്ങ് വഴണ്ട് പോവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് വാട്ടി അതിൻ്റെ ഇടയിൽ നമ്മൾ മുട്ടക്കറിക്ക് വേണ്ടിയുള്ള ഉള്ളിയൊക്കെ കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് വഴണ്ടതിന് ശേഷം വേവിച്ച ഉരുളക്കിഴങ്ങും ഇട്ട് പിന്നെ മസാലയായ മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഇട്ടിട്ടുണ്ട്, കുരുമുളക് ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, ഇത്ര ഐറ്റംസാണ് ഞാൻ ആഡ് ചെയ്തത്. അവരവർക്ക് ആവശ്യമുള്ള എരിക്കൊക്കെ അനുസരിച്ച് ആഡ് ചെയ്യുക. ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. എടുത്ത് നമ്മൾ മാറ്റി ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചപ്പാത്തി പെട്ടെന്ന് പരത്തി കൊടുക്കുന്നു, മോള് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതും നടത്തുന്നുണ്ട്. നമ്മളിവിടെ കട്ട്ലറ്റിൻ്റെ ബാറ്റർ എന്ന് വെച്ചാൽ കോൺഫ്ലവറും പിന്നെ മൈദയും കൂടെ മിക്സ് ചെയ്ത ബാറ്ററിലാണ് മുക്കി ഓരോന്നും കട്ട്ലറ്റിൻ്റെ ഷേപ്പാക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് തിളച്ച എണ്ണയിലിട്ട് വറുത്ത് വരുമ്പോൾ നമ്മുടെ കട്ട്ലറ്റ് റെഡിയാണ്. എണ്ണയ്ക്ക് നല്ല ചൂട് വേണം കേട്ടോ. ആ എണ്ണയിലോട്ട് വേണം നമ്മൾ കട്ട്ലറ്റ് അങ്ങോട്ട് ഇടാൻ. അതാണ് അതിൻ്റെ ഒരു ടിപ്പ്. എന്നിട്ട് നന്നായിട്ട് ഒരു സൈഡ് ആയതിനു ശേഷം ഇതാക്കുന്നു. അതിൻ്റെ ഇടയിൽ ഉള്ളിക്കറിയായി, പിന്നെ ബ്രെഡ് സാൻഡ്വിച്ച്, കട്ട്ലറ്റ് ഓരോന്നും വറുത്ത് കോരി. അപ്പോൾ കട്ട്ലറ്റ് റെഡിയായി കഴിഞ്ഞു. കട്ട്ലറ്റ് എടുത്തു. പിന്നീട് ബ്രെഡ് സാൻഡ്വിച്ച് റെഡിയായി. എല്ലാം ധൃതിയിലാണെങ്കിലും പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ രാത്രിത്തേക്ക് കഴിക്കാൻ മുട്ടക്കറിയും ചപ്പാത്തിയും ആക്കി കഴിഞ്ഞു. പിന്നീട് ഫ്രൂട്ട്സ് ഐറ്റംസായ മുന്തിരി ഉണ്ടായിരുന്നു. പിന്നീട് ഈന്തപ്പഴം കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ഉണ്ടായിരുന്നു. പിന്നീട് നമ്മളിന്ന് വെള്ളം തണ്ണിമത്തനാണ്, വാട്ടർമെലൺ ജ്യൂസാണ് അടിച്ചത്. അത് നല്ല കശുവശമൊക്കെ ഇട്ട് ഐസ് ക്യൂബൊക്കെ ഇട്ട് അതെടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നോമ്പ് മുറിക്കാനിരുന്നു. കട്ട്ലറ്റൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങളിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നമുക്ക് മുട്ടയോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല, പ്യുവർ വെജായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അങ്ങനെ ഞങ്ങൾ ടൊമാറ്റോ സോസൊക്കെ വെച്ച് കട്ട്ലറ്റും ബ്രെഡ് സാൻഡ്വിച്ചും എല്ലാം. ഇത് ബ്രെഡ് സാൻഡ്വിച്ചിലൊന്നും എണ്ണയൊന്നും ചേരാത്തതുകൊണ്ട് സൂപ്പർ ടേസ്റ്റാണ്. അത് ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ചാണ്. അത് വെജിറ്റബിൾസും ചിക്കനും എല്ലാം മസാലയൊക്കെ ആക്കി ടോസ്റ്റ് ചെയ്ത് അങ്ങ് എടുത്താൽ മതി. അതും വേറെ പണിയൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.